മൂന്നില് പഞ്ചായത്തിൽ പ്രളയത്തിൽ തകർന്ന മേച്ചാൽ കടപുഴ റോഡിൽ മീനച്ചിലാറിന് കുറുകെയുള്ള കടപുഴ പാലം പുനർനിർമ്മിക്കാൻ സ്ഥലം MLA ആയ മാണി സി കാപ്പൻ 4.5 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞ സ്വീകരണവും ഏറ്റുവാങ്ങിയ ശേഷം ഫണ്ട് ലഭ്യമാക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുകയായിരുന്നുവെന്ന് LDF ജില്ലാ കൺവീനർ പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. കഴിഞ്ഞ വർഷം നിർമ്മാണം ആരംഭിച്ചെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി. ഏതാനും നാൾ മുമ്പ് കേന്ദ്രത്തിന് കൈമാറിയെന്നും പിന്നീട് കേന്ദ്ര സംഘം എത്തി നടപടി സ്വീകരിച്ചു എന്നുള്ള പ്രചരണങ്ങളിൽ വിശ്വസിച്ച നാട്ടുകാർ വഞ്ചിക്കപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതരും വിവിധ കക്ഷി നേതാക്കളും ജോസ് കെ മണി വഴി ഇടപെട്ട് ധനാരൂപത്തിൽ നിന്നുള്ള തുക വകയിരുത്തിക്കൊണ്ടുള്ള അനുമതിയും ഉടനടി വിനിയോഗിക്കാൻ ഫണ്ടും അനുവദിച്ച് ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ്. സംസ്ഥാന ബജറ്റിലേക്ക് മുൻഗണനാക്രമത്തിൽ 20 പദ്ധതികൾ ഒരു MLAക്ക് ശുപാർശ ചെയ്യാമെന്നിരിക്കെ കഴിഞ്ഞ 3 ബജറ്റിലും 20ാമതായി പോലും കടപുഴ പാലം MLA ഉൾപ്പെടുത്തിയിരുന്നില്ല. MLA ഫണ്ടായി 30 കോടി രൂപ ലഭിച്ചിട്ടും 1 രൂപ പോലും മൂന്നില് പഞ്ചായത്തിൽ നൽകിയിരുന്നില്ല. കടപുഴയിലെ കള്ളത്തരത്തിൽ കാപ്പിന് കടപുഴകിയതായും ലോപ്പസ് മാത്യു പറഞ്ഞു. കാരണം പാലാ നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല എല്ലാ നിയോജകമണ്ഡലങ്ങളിലും MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത്ര ലക്ഷമാണ് മുകളിലുള്ള വർക്ക് 1 കോടി രൂപയ്ക്കും, ബാക്കി ഉള്ളത് ഇത്ര ലക്ഷം മുകളിൽ എത്ര വർക്ക് വേണം ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പാലം തകർന്നു പോയപ്പോൾ അത് പുനർനിർമ്മിക്കാൻ വേണ്ടി സ്ഥലം MLA തൻ്റെ സ്വന്തം ആസ്തി വികസന ഫണ്ടിൽ ഫണ്ട് അനുവദിച്ചപ്പോൾ തീർച്ചയായിട്ടും ആ വർക്ക് നടക്കും എന്നാണ് ആ നാട്ടുകാരും മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ളവരെല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. അതിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ നാളിതുവരെ ആ പാലം പണി തുടങ്ങുകയോ മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതിനുശേഷം ഞങ്ങളൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അവിടെ നമ്മുടെ MP ഫ്രാൻസിസ് ജോർജ് വന്ന് അതിനെ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതായിട്ട് മനസ്സിലാക്കി. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങളും നിലവിലുള്ള ജനപ്രതിനിധികളായ മാണി സി കാപ്പൻ്റെയും ഫ്രാൻസിസ് ജോർജിൻ്റെയും ഭാഗത്തുണ്ടായി. പക്ഷേ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരെ അവിടെ ഒന്നും നടന്നില്ല. അപ്പോൾ പഞ്ചായത്തിന് ശേഷം അവിടുത്തെ പുതിയ പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭാരവാഹികളും അവർ ഈ വിഷയം തുറക്കാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ ജോസ് കെ മാണി MP രാജ്യസഭ MP ആണ് അദ്ദേഹത്തെ സമീപിച്ച് ഈ പാലം പണിയുന്നതിന് എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഗവൺമെൻറ്റിൽ ലെറ്റർ കൊടുക്കുകയും ധനകാര്യമന്ത്രിയായിട്ട് സംസാരിക്കുകയും അപ്പോൾ അത് ബഡ്ജറ്റിൽ പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ആ നിലയ്ക്ക് അത് ചെയ്യുന്നൊരു സാങ്കേതിക പ്രശ്നം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു പുതിയ പ്രപ്പോസൽ കൊടുത്തു. അതായത് അവിടെ ചില്ലച്ചി ഒരു ചെക്ക് ഡാം പണിയുന്നതിന് വേണ്ടി ബഡ്ജറ്റിലൊരു 2 കോടി രൂപ 2 കോടി 20 ലക്ഷം രൂപയുണ്ട്. അപ്പോൾ അത് ഇതിനകത്തേക്ക് അത് വേണ്ടെന്ന് നാട്ടുകാർ തീരുമാനിച്ചു, എഴുതി കൊടുത്തു. പഞ്ചായത്ത് പറഞ്ഞു, അത് പ്രപ്പോസ് ചെയ്ത ആളുകൾ പറഞ്ഞു. പുതിയ പാലം പണിയാനുള്ള ഉത്തരവ് വളരെ കൃത്യവും ഫണ്ടിന്റെ ഉറവിടം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുള്ളതുമാണ്. കോടികളുടെ MLA ഫണ്ടുണ്ടായിട്ടും കഴിഞ്ഞ 5 വർഷമായി ആയിരങ്ങൾ ചികിത്സ തേടുന്ന പാലാ ജനറൽ ആശുപത്രിക്ക് ഒരു ചില്ലിക്കാശ് പോലും കൊടുക്കാൻ MLA 5 വർഷമായി തയ്യാറായിട്ടില്ല. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗ മേധാവിയുടെ മേൽനോട്ടത്തിൽ സർക്കാർ ഏജൻസി നേരിട്ട് നിർമ്മിക്കുന്ന ഓങ്കോളജി ബ്ലോക്കിന്റെ പ്ലാനിൽ കുഴപ്പമുണ്ടെന്നും ക്യാൻസർ വ്യാപിക്കുമെന്നും മറ്റേതോ ആശുപത്രിയിലെ നിർമ്മാണ തൊഴിലാളിയുടെ ഉപദേശം തേടിയെന്നും പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പ്രൊഫസർ ലോപ്പസ് മാത്യു പറഞ്ഞു. ജനപ്രതിനിധിയുടെ അലംഭാവത്തിന്റെയും നിഷ്ക്രിയത്വത്തിന്റെയും ഫലമാണ് നിരവധി പദ്ധതികൾ മുടങ്ങിക്കിടക്കാൻ ഇടയാക്കിയിരിക്കുന്നത്. പുതിയ പദ്ധതികൾ ആരംഭിക്കുകയുമില്ല, ഉള്ളത് നടപ്പാക്കുകയുമില്ല എന്ന നയമാണ് MLA സ്വീകരിക്കുന്നത്. MLAയുടെ കാപട്യം ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.